നമ്മളിതേ ആ കാണുന്ന മലയോട്ടാണ് പോകാൻ പോണത്. അവിടെയാണ് നമ്മൾ ടെൻ്റ് അടിക്കാനുള്ള സെറ്റപ്പ് ഉദ്ദേശിക്കുന്നത്. അവിടേക്ക് പോയി നോക്കാം, പോകാൻ പറ്റും. പക്ഷേ ആ മലയുടെ മുകളിൽ കയറിയിട്ട് ടെൻ്റ് അടിക്കാൻ പറ്റും നമുക്ക് ചെന്നിട്ട് അറിയാൻ പറ്റുള്ളൂ. മച്ചാമാരെ, നമ്മുടെ ഒരു പുതിയ വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഒരു 2023 ഫസ്റ്റ് റൈഡാണ് കേട്ടോ. നമ്മൾ വാഗമൺ സൈഡിലോട്ട് ഒരു ടെൻറ്റ് ക്യാമ്പിംഗ് സെറ്റപ്പിനൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ പഴയ എക്സ്പൾസ് റാലി കിട്ടുള്ള ജെഫിനും പിന്നെ നമ്മുടെ പഴയ FC ഉണ്ട് ഓഫ് റോഡ് അടിച്ചിരുന്ന ആൽവിനും ആണുള്ളത്. ആൽവിൻ്റെ പുതിയ എക്സ്പൾസ് 4V ഒക്കെ എടുത്തേ കണ്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ റൈഡിന് പോയിട്ടുണ്ടോ? നമ്മൾ ആദ്യമായിട്ട് പോകണോ? പോയിട്ടുണ്ട്. എക്സ്പൾസായിട്ട് രണ്ടാമത്തെ റൈഡാണ്. നമ്മൾ എവിടെ പോയേ? കുമ്പങ്ങാനം പോയത്. കുമ്പങ്ങാനം. അപ്പോൾ നമ്മൾ വാഗമൺ പോകുന്നതിന് മുമ്പായിട്ടുള്ള ചെറിയൊരു തടാകത്തിനവിടെ ഉണ്ട്. അവിടെ പിള്ളേരെ കുളിക്കുന്നുണ്ട്. ജസ്റ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ ഒന്ന് എടുത്താണ്. വാഗമൺ മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളോട്ട് കയറിയിട്ടാണ്. ഈരാറ്റുപേട്ട പോകുന്ന വഴിയുടെ അവിടെയാണ്. ഇവിടെ മൊത്തം എസ്റ്റേറ്റിലെ ആൾക്കാർ കുളിക്കണം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്. പിന്നെ നമുക്ക് പതിയെ നമ്മുടെ വല്ല പുതിയ ലൊക്കേഷനൊക്കെ ഉണ്ടോ എന്ന് അന്വേഷിക്കാം. കാലങ്ങൾക്ക് ശേഷം നമ്മൾ ജെഫിൻ തന്നു റാലി ഗേറ്റ് വണ്ടിയൊക്കെ കൊടുത്തിട്ട് ഇപ്പോൾ എല്ലാം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഈ വീണ്ടും തുടങ്ങണം ഒന്നോട്ട് അല്ലേ, തിരിച്ചു വരും. അപ്പോൾ നമുക്ക് പുതിയ ലൊക്കേഷൻ തെറ്റിയുള്ള യാത്ര ആരംഭിക്കാം. അപ്പോൾ നമ്മൾ വാഗമണ്ണിൻ്റെ അവിടെ നിന്ന് പൈൻവാലി, അതായത് താഴത്തെ പൈൻവാലിക്കുള്ള വഴിയാണ്. പാലക്കുംപാറ വാട്ടർഫാൾസൊക്കെ പോകുന്ന വഴിയാണ്. എന്തായാലും നമ്മുടെ പുതിയ ലൊക്കേഷനോട്ട് പോയി നോക്കാം. ഇതൊരു ലൊക്കേഷനാണ്. കയറി നോക്കാം. ഇവിടെ ഒരു ലൊക്കേഷൻ നമുക്ക് പോയി നോക്കാം. രണ്ടും ഒരു വഴി തന്നെയാണ്. അയ്യോ, വഴി മാറിപ്പോയി. അപ്പോൾ കേസ്, അപ്പോൾ അതാണ് പൈൻ ഫോറസ്റ്റ്. ആ കാണുന്നതൊക്കെ അടിപൊളി വ്യൂസ് ആണ് അവിടെ നിന്നൊക്കെ. എന്തായാലും ഇവിടെ ഒരു ലൊക്കേഷൻ ഉണ്ട്, നമുക്ക് പോയി നോക്കാം മുകളിലോട്ട്. ഓഫ് റോഡ് അവിടെ കണ്ടാണല്ലോ അവിടെ പഠിച്ചു കയറും. അതാണല്ലോ നമ്മുടെ ഒരു ശീലം. മൊത്തം കരിഞ്ഞു ഉണങ്ങി. കാര്യം ഉണങ്ങിയെങ്കിലും പൊളി വീസാണ്ട് തുടങ്ങുന്നു. ഈ മലയൊക്കെ ആയിട്ടുള്ള വ്യൂസാണ് ഈ കാണുന്നത്. നമ്മുടെ ആൽപ്പിൻ്റെ എക്സ്പൾസ് ഇരിക്കുന്നുണ്ട്, നമ്മുടെ കരിസ്മ ഉണ്ട്. എങ്ങനെയുണ്ട് സ്ഥലം? സ്ഥലം കൊള്ളാം. നല്ല വെയിലാന്നുള്ളൂ. കാര്യം നല്ല വെയിലാണ്, അതാണ് ആരും കാണുന്നത്. ഇന്ന് സൺഡേ ആയിട്ട് ഒറ്റ മനുഷ്യനിലൂടെ എല്ലാവരും മൂന്നാറ് മഞ്ഞ് വീഴ്ചയാണ് അമ്മ ഇന്ന് പോയിന്ന് തന്നെ. എല്ലാവരും പറ്റിച്ച് മഞ്ഞ് വീഴ്ചയെന്ന് പറയുന്നത് മൂന്നാറ്. ഇവിടെ നിന്നുള്ള വ്യൂസൊക്കെ കൊള്ളാട്ടോ, അടിപൊളിയാണ്. അത് നമ്മുടെ പൈൻ ഫോറസ്റ്റ് ആണ്. അവിടെ നിന്ന് ഇതിൽ തന്നെ എങ്ങനെയാണ് നമ്മുടെ വാഗമൺ ഏലപ്പാറ റോഡ് പോകണ അതിലാണ്. അപ്പോൾ അതിൻ്റെ അവിടെ നിന്ന് പൈൻ ഫോറസ്റ്റിനോട് ടിക്കറ്റ് എടുത്ത് ഈ പൈൻ ഫോറസ്റ്റ് എല്ലാവരും കാണാൻ വരുന്നു. ഇനി ലോവർ പൈൻ ഫോറസ്റ്റിന് താഴെയുണ്ട്. അത് നമ്മുടെ ഈ മെയിൻ റോഡ് ഇങ്ങനെ ടാർ റോഡ് താഴേക്ക് പോകണം. അപ്പോൾ അങ്ങ് അറ്റത്ത് കാണുന്നത് MMJ എസ്റ്റേറ്റാണ്. കാവുംകുളം എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പേര്. അവിടെ പോയിട്ടാണ് നമ്മളില്ല മലയോട്ടൊക്കെ പോകണത്. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്കില്ല ലോവർ പൈൻ ഫോറസ്റ്റിലൊക്കെ ഒന്ന് കയറിയിട്ട് പോകാം. പിന്നെ അതെ, ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. അതിപ്പോൾ വെള്ളമൊക്കെ വറ്റി, ഉറ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ പാലൊഴുക്കുംപാറ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മലയുടെ ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിലൂടെയാണ് പാലൊഴുക്കുംപാറ ഒഴുകണത് കേട്ടോ. അല്ല, മഴയില്ലാത്തതുകൊണ്ട് വെള്ളം കുറവായിരിക്കും. പിന്നെ അങ്ങോട്ട് കട്ടപ്പനയാണ്. ആ മലയുടെ അപ്പുറത്ത് ഏലപ്പാറയാണ്. അവിടെയാണ് വാഗമൺ ടൗണൊക്കെ. അങ്ങോട്ടേക്ക് മൂന്നാറൊക്കെ ഉണ്ട് ആ സൈഡ്. അവിടെ ഉളുപ്പുണ്ണി കാണാം മലയുടെ മുകളിൽ കയറി കഴിഞ്ഞാൽ. കാണാൻ പറ്റും നോട്ടെ. കണ്ടോ, അറ്റത്താ മല ഉണ്ട്. അതൊക്കെ ഉളുപ്പുണ്ണിയാണ് അവിടെ.
ഇവിടെ നോക്കിയിട്ട് തന്നെ കാണാം പുല്ലൊക്കെ ആകെ ഉണങ്ങി കരിഞ്ഞേക്കാണ്. നമ്മളിതേ ആ കാണുന്ന മലയോട്ടാണ് പോകാൻ പോണത്. അവിടെയാണ് നമ്മൾ ടെൻ്റ് അടിക്കാനുള്ള സെറ്റപ്പ് ഉദ്ദേശിക്കുന്നത്. അവിടേക്ക് പോയി നോക്കാം, പോകാൻ പറ്റും. പക്ഷേ ആ മലയുടെ മുകളിൽ കയറിയിട്ട് ടെൻ്റ് അടിക്കാൻ പറ്റും നമുക്ക് ചെന്നിട്ട് അറിയാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് ആ മല ലക്ഷ്യമാക്കി പോകാം. അതിന് മുമ്പ് നമ്മൾ പൈൻ ഫോറസ്റ്റ് കയറും താഴേക്ക് പോയി നോക്കാം. ആൽബിനോട് താഴേക്ക് പോയിട്ടുണ്ട്. ഇറക്കം ഇച്ചിരി കാടുള്ള ഇറക്കമാണ്, പതി ഇറങ്ങിപ്പോണം. ഇനി പൊടിയായിരുന്നേ ചിലപ്പോൾ സ്ലിപ്പാവും. ഓ നല്ല കാറ്റാണ്ടോ, ഒരു രക്ഷയില്ല. അപ്പോൾ നമുക്ക് ലൊക്കേഷൻ തേടി യാത്ര തുടരാം. ആൽബിൻ വണ്ടിയിൽ ലീഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആൽബിൻ്റെ ഫോണൊക്കെ പോയി നോക്കാം. അതാണ്ടാ മല. ഇവിടെയൊക്കെ റിസോർട്ടുകൾ തന്നെയാണ് നല്ലത്, ചെറിയ റിസോർട്ട് തന്നെയാണ്. ഇത് ചെറിയ ഗ്യാപ്പ് റോഡുണ്ടോ, കരിങ്കല്ല് വെട്ടി. വണ്ടി കയറ്റാൻ പറ്റില്ല, അവിടെ കുറച്ച് ഇരിക്കല്ല. അതാണ് നമ്മുടെ മല, അവിടേക്കാണ് നമ്മൾ പോണത്. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ മല ഏതാണ്ട് അടുത്തടുത്ത് വന്നു തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യമുള്ള കാണുന്ന പോലെ ഇങ്ങനെ അല്ല, നല്ല നീളത്തിലുള്ള പരന്നെടുക്കുന്ന ഒരു മലയാണ്. അവിടെ പൈൻ ഫോറസ്റ്റ് ഒക്കെ കാണുന്നുണ്ട്. വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് അവിടെ കയറിയിട്ട് വേണമെങ്കിൽ പോവാം, എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട്. ലോവർ പൈൻ വാലി പാർക്കിംഗ് 50 മീറ്റർ. ലോവർ പൈൻ വാലിയോടെ ഒന്ന് പോയാക്കാം. ഇവിടെ ആദ്യം ടിക്കറ്റൊന്നും ഉണ്ടായില്ല, ഇപ്പം ടിക്കറ്റൊക്കെ ആയിരുന്നില്ലേ. ആദ്യം ടിക്കറ്റൊന്നും ഉണ്ടായില്ല കേട്ടോ. നിങ്ങൾ തന്നെയല്ലേ? പാർക്കിംഗ് പാർക്കോ? ഇവിടെ വയ്ക്കാലോ, ഇറങ്ങ് ഇവിടെ വയ്ക്കാലേ. പാർക്ക് ടിക്കറ്റ് ആയില്ലേ? എത്രയെന്ന് ചോദിച്ചേക്ക്, എത്രയെന്ന് നോക്കിയാടാ ടിക്കറ്റ്? മാറി അങ്ങോട്ട് കയറ്റിക്ക്. പത്താ? നമ്മൾ ലോവർ പൈൻ വാലിയുടെ അവിടെയുണ്ട്. വണ്ടി ഇവിടെ വെച്ചിട്ട് പാർക്ക് ചെയ്യണമെങ്കിൽ 10 രൂപ കേട്ടോ.
കടയിൽ ടിക്കറ്റ് എടുക്കാം വണ്ടിയുടെ പാർക്കിങ്ങിന്. നമുക്ക് ടിക്കറ്റ് എടുക്കാം പോയി ഒത്തിരി അല്ലേ? എന്തായാലും മണ്ണടിക്കൊന്ന് കയറി വെക്കാം, 10 രൂപയല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പോണതിന് മുമ്പ് ഇവിടെ നിന്ന് കയറിയിട്ട് പോകാം. ഞാൻ പറഞ്ഞല്ലോ ഒരു ടെൻറ്റിങ് ഉണ്ട് രാത്രി. അപ്പോൾ ടെൻ്റ് അടിച്ച് നാളെ രാവിലെ അങ്ങോട്ട് വന്നിട്ടേ വീട്ടിൽ കയറി വൈകുന്നേരം അങ്ങോട്ട് പോകാം, ലുലു പോവാം. നാളെ പോയി നോക്കാം എന്തായാലും. ലുലുല അത് ഇവിടെ ഏതെങ്കിലുമൊക്കെ നമ്പറിനാണ് റേഞ്ച് ഉണ്ടാവും. കാണാനല്ല ഭംഗിയുണ്ടല്ലേ? നമ്മൾ മീശപ്പുലിക്ക് പോകുമ്പോൾ ഇതുപോലെ മൊത്തം സ്റ്റാർട്ടിങ് പറയുമ്പോൾ ഇതുപോലെ ഇതൊക്കെ ടിക്കറ്റൊക്കെ എടുക്കണേക്കാളും പറഞ്ഞ് വണ്ടി കയറ്റാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ആദ്യം. അപ്പോൾ നമ്മൾ ടെൻറ്റ് ചെയ്യാൻ ചെയ്യാൻ മലയിൽ പോകുന്നതിന് മുമ്പ് കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാന്ന് വെച്ചു. അതായത് നല്ല വെയിലാണ് ഈ ടൈമിൽ. സമയം 12:30 കണ്ടായില്ലേ? അതുവരെ നമുക്ക് ഇവിടെ കുറച്ച് നേരം ഇരുന്ന് വെയിലൊക്കെ ആറിയതിന് ശേഷം അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ നമ്മുടെ പൈൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിലെ വ്യൂസാണ് ഈ കാണുന്നത്. ഒരു മനുഷ്യനില്ല. നമ്മൾ വന്നപ്പോൾ കുറച്ച് ആൾക്കാരുണ്ടായി, അവരങ്ങോട്ട് മുകളിലോട്ട് കയറിപ്പോയി. ഈ വഴി അങ്ങനെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മെയിൻ റോഡ് മുകളിൽ നിന്നുള്ള ടോപ്പിലുള്ള പൈൻ വയലിലൂടെ അല്ല, ഒരു 1.5 കിലോമീറ്റർ നടക്കാൻ്റെ മുകളിലോട്ട്. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ നിന്നാണ് കയറി വന്നത്. നമ്മുടെ ആൽവിനും അവിടെ ജെഫിനൊക്കെ അവിടെ ഉണ്ട്. കുറച്ച് സ്നാക്സൊക്കെ കഴിക്കുന്നുണ്ട്. എന്തായാലും കുറച്ച് നേരം നമുക്കിവിടെ വിശ്രമിക്കാം. വെയിലൊക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ ആ ലൊക്കേഷനിലോട്ട് പോകാം. നമ്മൾ താഴത്തുനിന്ന് കുറച്ച് മുകളിലോട്ട് കയറി നടക്കുകയാണ്. അവർ മുകളിലോട്ട് പോയിട്ട് നടക്കുന്നുണ്ട്. ഞാനും പുറം നടക്കട്ടെ. കുറച്ച് നേരം നടന്നിട്ട് നമുക്ക് തിരിച്ചിറങ്ങാം. നല്ല അടിപൊളി ആംബിയൻസാണ് ഇവിടെ. സമയം ഏകദേശം 1:30-1:45 പക്ഷെ നല്ല കൂളിംഗ് ഉണ്ടോ. അപ്പോൾ മൊത്തം പൈനൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഭംഗിയുണ്ട് കേട്ടോ. ആൽബിൻ അവിടെ എവിടെയോ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് മുകളിൽ നടന്നു നോക്കട്ടെ. അയ്യോ, അങ്ങോട്ടൊക്കെ നല്ല ഭംഗിയുണ്ട്. ഫാമിലിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണല്ലേ. ഇത് കണ്ടിട്ട് കൊതിയാണ് വണ്ടി ഓടിക്കാൻ. അതിന് വണ്ടി ഓടിക്കാൻ പറ്റാത്തതോട് വിഷമത്തിൽ അവിടെ താഴെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ വണ്ടി കയറ്റില്ല. അവിടെ താഴെ മറ്റേ ടിക്കറ്റ് കൗണ്ടറും സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഒരു 4-5 കൊല്ലം മുമ്പ് അതൊന്നും ഉണ്ടായില്ലെന്ന് തോന്നണം. എന്തായാലും പൊളിച്ച് നല്ല ഒരു മോർണിംഗ് വാക്കിനൊക്കെ പറ്റിയ സ്ഥലമാണ്. മോർണിംഗ് ആക്കണമെന്നില്ല, ഫുൾ ടൈം വാക്ക് ചെയ്യാം. എന്താ പറഞ്ഞാൽ ഇപ്പോൾ നട്ടുച്ചയ്ക്കായിട്ടും വെയിലൊന്നും താഴേക്ക് എത്താനുള്ള കാര്യമായിട്ട് കൊടും ഭീകരതയുണ്ട്. ഒരു സന്ധ്യയ്ക്ക് പോകുന്നതിന് പെട്ടു. അപ്പോൾ നമ്മളിവിടെ വരെ നടന്നിട്ടുള്ളൂ. ഇനി കുറച്ച് തിരിച്ചു പോവാണ്. അപ്പോൾ ഇനി നമുക്ക് തിരിച്ചിറങ്ങാം. ഇവിടെ നിന്ന് എന്തൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. കുറച്ച് അങ്ങോട്ട് നടക്കാൻ കേട്ടോ. അവിടെ നടക്കാമെന്ന് വെച്ചാൽ നല്ല അടിപൊളിയാണ്. നമ്മുടെ എന്താ പറയുക, ഫാമിലിയൊക്കെ ആയിട്ടൊക്കെ വരികയാണെങ്കിൽ അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാവുന്ന സ്ഥലമുണ്ടോ. അപ്പോൾ വാഗമൺ താഴത്തെ പൈൻ വാലി വരെ മുകളിലോട്ട് നടന്ന് കയറാം, അല്ലെങ്കിൽ മുകളിലോട്ട് വന്നിട്ട് താഴോട്ട് കയറാം. എന്തായാലും അടിപൊളിയാണ്. അതെ, ആൽവിൻ അവിടെ നടന്നിട്ടുണ്ട്. വണ്ടി കയറ്റാൻ പറ്റാത്ത വിഷമത്തിലിരുന്ന ആൽവിൻ അല്ലേ. വണ്ടി ഓടിക്കാൻ പറ്റില്ല ഈ വഴിയിൽ. നല്ല റോഡുണ്ട്, വണ്ടി കയറ്റി വിടുന്നില്ല. ഫോറസ്റ്റുകാർ സമ്മതിച്ചില്ല. നമ്മൾ പൈൻ വാലിലെ കാഴ്ച കണ്ട് വീണ്ടും നമ്മുടെ ലൊക്കേഷനായ ആ മലയുടെ മുകളിലോട്ട് പോയി നോക്കാം. വെയിലൊക്കെ കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ വെയിൽ അത് സൈഡിലാണ്, അത് കാണാൻ പറ്റില്ല. വെയിലിൻ്റെ കാഠിന്യം മാറിപ്പോൾ നമ്മൾ വീണ്ടും പോകണം. മച്ചാമാരെ, ആ മലയുടെ മുകളിൽ കയറിയിട്ടുള്ള ടെൻറ്റ് ക്യാമ്പിങ്ങും
ബാക്കി നൈറ്റ് സ്റ്റേ ഒക്കെ അടുത്ത എപ്പിസോഡിൽ കാണിക്കാം. ഒരുപാട് ലോങ് ആയി പോയില്ലെങ്കിൽ അപ്പോൾ വാഗൺ വരുന്നവരെല്ലാം നമ്മൾ നേരത്തെ കയറിയ ലോവർ പൈൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിലും അതുപോലെ അതിനു മുമ്പ് കയറിയ ആ കുന്നിൻ്റെ മുകളിലും ഒക്കെ ഒന്ന് കയറി എക്സ്പ്ലോർ ചെയ്യാം. അടിപൊളി സ്ഥലങ്ങളാണ് വാഗമണിൽ. അത് അധികം ആൾക്കാരൊന്നും വരാൻ സ്ഥലമാണ്. പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ വന്ന് അടിപൊളി വ്യൂസ് ആയിരിക്കും. നമ്മൾ മഴക്കാലത്ത് വന്നൊരു വീഡിയോ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനകത്ത് പാലക്കുംപാറയും എല്ലാ വ്യൂസും ഒക്കെ അടിപൊളിയായിട്ട് കാണാം. ഓക്കെ മച്ചാൻ, അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരാം.